നമസ്കാരം. ഞാൻ ഫൈസൽ ബാബ. കവിതയുടെ കൊത്ത് ആരംഭിക്കുകയാണ്. ഓൺലൈനിലൂടെ ഉള്ള ഈ സംരംഭം വളരെ ഈ കോവിഡ് കാലത്ത് ഇത്രയേ നമുക്ക് ചെയ്യാൻ സാധിക്കൂ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത്. ഇത് സംഘടിപ്പിക്കുന്നത് വെളിയങ്കോട് MTM കലാ സാംസ്കാരിക കായിക ഗ്രാമമാണ്. 50ഓളം കവിതകളാണ് ഇന്ന് നമ്മളിവിടെ ഒരു ദിവസം മുഴുവനായിട്ട് അപ്ലോഡ് ചെയ്യപ്പെടുക. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കവി വീരാൻകുട്ടി മാഷാണ്. കവിതയെക്കുറിച്ച് സംസാരിക്കുന്നത് മുരളി മംഗലത്ത് മാഷാണ്. ആശംസകൾ അർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുൽ ഹസീസാണ്. എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. കൊട്ടും കുരവയും ഒന്നുമില്ലാതെ നമുക്ക് കവിതകളുടെ ഒരു ലോകത്തേക്ക് ഇന്ന് സഞ്ചരിക്കാം. നന്ദി, നമസ്കാരം. സ്നേഹിതരെ, വെളിയങ്കോട് MTM കോളേജിൻ്റെ ഒരു സ്വപ്ന പദ്ധതിക്ക് തുടക്കമാവുകയാണ്. കോളേജിൻ്റെ വിശാലമായ ലൈബ്രറി ഇനി നാട്ടുകാർക്ക് കൂടി സ്വന്തമാകും. അവർക്ക് വന്നിരിക്കാനും വായിക്കാനും സംവദിക്കാനുമുള്ള ഒരിടമായി ലൈബ്രറി മാറും. ഈ പ്രദേശത്തെ മികച്ച ഒരു കലാ കായിക സാംസ്കാരിക ഗ്രാമമായി വളർത്തിയെടുക്കാനുള്ള വലിയ ആഗ്രഹത്തിൻ്റെ ഭാഗമായി കോളേജ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പരിപാടിയാണിത്. ആ ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് കവിതയുടെ കൊയ്ത്ത് എന്ന പേരിൽ കവിതയ്ക്ക് വേണ്ടി മാത്രം സമർപ്പിതമായ ഒരു ദിവസം ഈ രീതിയിൽ കൊണ്ടാടപ്പെടുന്നത്. എല്ലാവരുടെയും സമ്മതത്തോടു കൂടി, വളരെ സന്തോഷത്തോടു കൂടി, ഹൃദയ നിറവോടുകൂടി MTM കലാ കായിക സാംസ്കാരിക ഗ്രാമത്തിൻ്റെ കവിതയുടെ കൊയ്ത്ത് എന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണ്. മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്ന നോവലിൽ, അരുന്ധതി റോയിയുടെ നോവലിൽ, അതിൽ നായിക കഥാപാത്രമായിട്ടുള്ള അഞ്ജുമിൻ്റെ പിതാവ് മുലാഖാത്ത് അലി എന്ന ഭിഷഗ്വരൻ, അദ്ദേഹം ചികിത്സിക്കുമ്പോൾ ഒരു സവിശേഷതയുണ്ട്. മരുന്ന് അപൂർവമായിട്ടേ കൊടുക്കാറുള്ളൂ. പക്ഷേ വരുന്ന എല്ലാ രോഗികൾക്കും 2 വരി കവിത എഴുതി കൊടുക്കും. അത് സൂർദാസിൻ്റെയോ കബീർദാസിൻ്റെയോ ദോഹയിൽ നിന്നുള്ള 2 വരിയാകാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും എഴുതിയ 2 വരി. ഇപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് രോഗവുമായി വരുന്നവർക്ക് ഇങ്ങനെ കവിത എഴുതി കൊടുക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറയും, ഞാൻ കൊടുക്കുന്നത് കവിതയല്ലല്ലോ, മരുന്നല്ലേ എന്ന്. ഈ പാൻഡമിക്കിൻ്റെ കാലത്ത് ഞാൻ വീണ്ടും ഈ വാക്യങ്ങളെ ഓർക്കുകയാണ്. കവിത മരുന്നായിത്തീരുന്ന, ആശ്വാസമായിത്തീരുന്ന, സാന്ത്വനമായിത്തീരുന്ന, പലപ്പോഴും മാന്ത്രിക വടിയായി നമ്മുടെ ദുരവസ്ഥയെ മറികടക്കാൻ സഹായിക്കുന്ന ഒരു മാധ്യമത്തെ നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു, ഒരു ദിവസം അതിനു വേണ്ടി വിനിയോഗിക്കുന്നു എന്ന് കാണുമ്പോഴുള്ള സന്തോഷം ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. മനുഷ്യന് അവൻ്റെ വിനിമയ ഭാഷ കൊണ്ട് മാത്രം, അവൻ്റെ സാധാരണ വിനിമയം ചെയ്യുന്ന ഭാഷ കൊണ്ട് മാത്രം മുന്നോട്ട് പോവുക സാധ്യമല്ല. അവൻ്റെ ആത്മാവിന് സംസാരിക്കേണ്ടി വരുമ്പോൾ, അവൻ്റെ സ്വാതന്ത്ര്യത്തിന് വെളിപ്പെടേണ്ടി വരുമ്പോൾ, അവൻ്റെ കാമനകൾക്ക് പ്രത്യക്ഷപ്പെടേണ്ടി വരുമ്പോൾ, അവനീ സംസാര ഭാഷയെ അഴിച്ചു വയ്ക്കുകയും അവന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ച് തുടങ്ങുകയും ചെയ്യും. അങ്ങനെ അവളുടെ ഹൃദയഭാഷ, സ്വപ്നഭാഷ, ആ സ്വപ്നഭാഷയാണ് കവിത. അതുകൊണ്ട് മനുഷ്യൻ ഏത് തരത്തിലുള്ള സങ്കീർണതകളിൽ ചെന്നപ്പെടുമ്പോഴും, മനുഷ്യ സമൂഹം ഏത് ദുരന്തങ്ങളിൽ ചെന്നപ്പെടുമ്പോഴും അവിടെ നിന്ന് അവന് കരകയറാൻ കവിത എന്ന ഒരു മാന്ത്രിക വടിയുണ്ട്, കവിത എന്ന ഒരു സ്വപ്നവള്ളിയുണ്ട്. അതിൽ പിടിച്ച് നാം കാലത്തിൻ്റെ മുന്നിലേക്ക് സഞ്ചരിക്കുന്നു. യവുത്തുഷുങ്കോ എന്ന റഷ്യൻ കവി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കവിത ഒരു പക്ഷിയാണ്, അതെല്ലാ അതിരുകളെയും അവഗണിക്കുന്നു എന്ന്. നാം അതിരുകൾ പണിതുകൊണ്ടിരിക്കുന്ന കാലത്ത്, അതിർത്തികളെല്ലാം എത്ര അസംബന്ധമാണ് എന്ന് നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന കാലത്ത്, കവിത എന്ന എല്ലാ തരത്തിലുമുള്ള അതിരുകളെയും ലംഘിച്ചുകൊണ്ട്, എല്ലാ തരത്തിലുള്ള വിഭാഗീയതയും മറികടന്നുകൊണ്ട് പോകുന്ന ഒരു വ്യവഹാരം, ഒരു ഭാഷാ വ്യവഹാരം കാലത്തിനാവശ്യമുണ്ട് എന്ന്
ഇന്നത്തെ ഈ കൂടിയിരിപ്പ് തെളിയിക്കുന്നു. കവിതയെക്കുറിച്ച് പറയാനൊരു കവി എത്രമാത്രം അർഹനാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിശ്വപ്രസിദ്ധ കവിയായ യഹൂദ അമിഖൈ എന്ന ഇസ്രായേലി കവി, ഹീബ്രു ഭാഷയിൽ എഴുതിയ കവി, അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കവിതയെ ആഘോഷിക്കുന്നൊരു ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ മകൾ സംസാരിക്കുന്നുണ്ട്. അവർ പറയുന്നു, എൻ്റെ സഹോദരന്, അമിഖയുടെ മകന് സ്കൂളിൽ കവിത പഠിക്കാനുണ്ടായിരുന്നു, അച്ഛൻ്റെ കവിത പഠിക്കാനുണ്ടായിരുന്നു. പരീക്ഷയുടെ തലേന്ന് കൂടുതൽ മാർക്ക് കിട്ടുമെന്ന് കരുതി അച്ഛൻ്റെ അടുത്ത് പോയി കവിതയെല്ലാം ചോദിച്ച് മനസ്സിലാക്കി നന്നായി എഴുതി. പക്ഷേ മാർക്ക് കിട്ടിയപ്പോൾ, പരീക്ഷ പേപ്പർ കിട്ടിയപ്പോൾ സി ഗ്രേഡേ ലഭിച്ചുള്ളൂ. ദുഃഖിതനായ മകനോട് അച്ഛൻ പറയുന്നുണ്ട്, മകനെ, എൻ്റെ കവിതയെക്കുറിച്ച് പറയാൻ എന്നേക്കാൾ യോഗ്യത നിൻ്റെ ടീച്ചർക്കാണ് എന്ന്. കവിതയെക്കുറിച്ച് പറയുമ്പോൾ അത് എഴുതിയയാൾക്കുള്ള പരിമിതി പക്ഷെ വായിക്കുന്നയാൾക്കില്ല, അത് നിരൂപണം ചെയ്യുന്നയാൾക്കില്ല. ഒരു വായനക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ കവിതയെ ഇഷ്ടപ്പെടുന്നത് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ഭാഷയാണത്, മനുഷ്യൻ്റെ ജൈവിക സത്തയുടെ ഉണ്മയുടെ ഭാഷയാണത്, മനുഷ്യൻ്റെ സ്വപ്നങ്ങളുടെ ഭാഷയാണ് അത് എന്ന നിലയ്ക്കാണ്. അതില്ലാതെ നാം എങ്ങനെ നമ്മുടെ ജീവശ്വാസം, നമ്മുടെ നിലവിളികൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ വൈകാരികമായ ഉല്ലാസങ്ങൾ, നമ്മുടെ വേദനകൾ അതിനെ ആവിഷ്കരിക്കുമെന്ന് ആലോചിക്കുമ്പോൾ എത്രമാത്രം കനപ്പെട്ട ഒരു അനുഭവമാണ് എന്ന് ഞാൻ ആലോചിക്കുന്നു. അതുകൊണ്ട് ഒരേ സമയം അത് വ്യക്തിയെ വിമോചിപ്പിക്കുന്ന കലയായി മാറുന്നു, അതേസമയം അത് സമൂഹത്തെ വിമോചിപ്പിക്കുന്ന വലിയ വിപ്ലവ സ്വപ്നങ്ങളെയും പേറുന്നു. ഓരോ ജനതയ്ക്കും അവരിഷ്ടപ്പെടുന്ന ഒന്നോ രണ്ടോ കവികളുണ്ടാകും, അല്ലെങ്കിൽ ഒരു പറ്റം കവികളുണ്ടാകും. പലസ്തീൻ ജനത ഓരോ തവണയും മുന്നേറുമ്പോൾ, ഓരോ തവണയും അവർ സ്വന്തം മണ്ണിന് വേണ്ടിയിട്ട് പോരാടുമ്പോൾ അവരുടെ ഹൃദയത്തിൽ മഹമ്മൂദ് ദർവീഷിൻ്റെ കവിതകളുണ്ട്. സിറിയൻ ജനത പോരാടുമ്പോൾ അഡോണിസിൻ്റെ കവിതയുണ്ട് അവരുടെ മനസ്സിൽ. അങ്ങനെ ഓരോ ജനവിഭാഗങ്ങളും അവരുടെ വിമോചന ശബ്ദമായി കവിതയെ നെഞ്ചേറ്റുന്നു. അതേ അവസരത്തിൽ കവിത മനുഷ്യൻ്റെ മാത്രം ഭാഷയല്ല, മനുഷ്യനും ഈ പ്രപഞ്ചവുമായുള്ള ബന്ധത്തെ, മനുഷ്യൻ്റെ പ്രാപഞ്ചികമായിട്ടുള്ള ഉന്മാദങ്ങളെ, മനുഷ്യൻ്റെ പ്രാപഞ്ചികമായിട്ടുള്ള തോന്നലുകളെ, അവൻ്റെ പലതരത്തിലുള്ള വ്യഥകളെയും സന്ദേഹങ്ങളെയും എല്ലാം സൂക്ഷിക്കാൻ പറ്റിയ ഒരു വലിയ ചെപ്പാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ ഉള്ളവൻ. അതുകൊണ്ട് കവിതയ്ക്ക് വേണ്ടി ഈ ഒരു ദിവസം മാറ്റിവെക്കുമ്പോൾ മലയാള കവിതയുടെ പരിച്ഛേദമായി ചെറുശ്ശേരി മുതലുള്ള കവിതകൾ നമ്മൾ പരിചയപ്പെടുമ്പോൾ കവിതയുടെ ഈ ഒരു വലിയ സത്യത്തെ, ധർമ്മത്തെ നമ്മൾ തിരിച്ചറിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മലയാള കവിത ഒരു സംക്രമണ ഘട്ടത്തിലാണിപ്പോൾ. ആധുനികതയ്ക്ക് ശേഷം പുതുകവിത എന്ന നിലയ്ക്ക് ഒരു കാവ്യഭാവുകത്വം പ്രവർത്തിച്ചു. അത് കവിതയിൽ മുമ്പ് ഇടം കിട്ടിയിട്ടില്ലാത്ത ഇടങ്ങളെ, കവിതയിൽ മുമ്പ് ഇടം കിട്ടിയിട്ടില്ലാത്ത സ്വരൂപങ്ങളെ, മനുഷ്യ സാമുദായിക ഘടകങ്ങളെ കവിതയിലേക്ക് കൊണ്ടുവന്നു. വളരെ സൂക്ഷ്മമായ ഭാഷയിൽ, സ്വപ്നതുല്യമായ ഭാഷയിൽ, ധ്യാനാത്മകമായ ഭാഷയിൽ അത് സംസാരിച്ചു. പ്രകൃതിയുടെ സൂക്ഷ്മരാഷ്ട്രീയം പ്രക്ഷേപിച്ചു. സ്ത്രീയുടെ അനുഭവങ്ങളെ കൊണ്ടുവന്നു. അങ്ങനെ മലയാള കവിതയ്ക്ക് ഒരു തിരുത്ത് പുതുകവിത സാധ്യമാക്കി എന്ന് പറയാൻ സാധിക്കും. ഇന്നത് കുറച്ചുകൂടി സൂക്ഷ്മമായിരിക്കുന്നു. കുറേ കൂടി അത് ഗോത്ര കവിതയായും തുറയിൽ നിന്നുള്ള കവിതയായും ദളിതൻ്റെ കവിതയായും ഒക്കെ അത് കൂടുതൽ ശക്തിയോടെ വന്നുകൊണ്ടിരിക്കുന്നു. ട്രാൻസ്ജെൻഡറിൻ്റെ കവിതയായിട്ട് അത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. അങ്ങനെ മനുഷ്യർക്ക്, കവിതയിൽ ഇന്നേ വരെ ഇടം കിട്ടിയിട്ടില്ലാത്ത മനുഷ്യർക്ക്, ഒരു കാലത്ത് സവർണാനുഭൂതിയുടെ മാത്രം ആവിഷ്കാരമായിരുന്ന കവിതയെ ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യൻ്റെ സ്വപ്നങ്ങളുടെ ഭാഷയായി മാറ്റി തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കവിത നമ്മളെല്ലാം കൂട്ടിയിണക്കുന്ന
സർഗാത്മകമായ ഒരു കണ്ണിയായി മാറുന്ന കാലത്ത് കവിതയുടെ കൊയ്ത്ത് എന്ന ഈ പരിപാടിക്ക് വലിയ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. തുടർന്നും MTM കോളേജിൻ്റെ ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് തുളസീസ് ഡോക്ടർ, അദ്ദേഹം ജനങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ വിശ്വഗുരനാണ്. നേരത്തെ മുലാഖത്ത് അലിയെക്കുറിച്ച് പറഞ്ഞതുപോലെ കവിത കൊണ്ടും അതുപോലെയുള്ള അനുഭവങ്ങൾ കൊണ്ടും മനുഷ്യനെ ചികിത്സിക്കാൻ ശേഷിയുള്ള മനുഷ്യനാണ്. അദ്ദേഹം കാണുന്ന സ്വപ്നങ്ങൾ എല്ലാം യാഥാർത്ഥ്യമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ആശംസകൾ. പ്രിയപ്പെട്ടവരെ, കവിതയ്ക്കു വേണ്ടി ഒരു ദിവസം MTM കലാ സാംസ്കാരിക ഗ്രാമം അണിയിച്ചൊരുക്കുമ്പോൾ ആ ഗ്രാമം എന്ന വാക്കിൽ നിന്ന് തന്നെ ഞാൻ ആരംഭിക്കട്ടെ. നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേര് ചെന്ന് കിടക്കുന്നത് നമ്മുടെ ഗ്രാമങ്ങളിലാണ്. ഗ്രാമങ്ങളെ തേടിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് അലഞ്ഞത്. ഗ്രാമങ്ങളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ സംസ്കാരത്തിൻ്റെയും ഉത്ഭവവും വളർച്ചയും എല്ലാം. കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ സംസ്കാരത്തിന് തീർച്ചയായും നമ്മുടെ പഴയ ഒരു കാലഘട്ടവുമായി വല്ലാത്ത ബന്ധമുണ്ട്. ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഇന്ന് സംസ്ഥാനങ്ങളെന്നറിയപ്പെടുന്ന, അന്ന് ചേര, ചോള, പാണ്ഡ്യ രാജ്യങ്ങളെന്നറിയപ്പെടുന്ന തമിഴകവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മലയാളത്തിൻ്റെയും സംസ്കാരത്തിൻ്റെ തുടർച്ച. അന്ന് തമിഴകത്തിൻ്റെ ഭാഗമായിരുന്നപ്പോൾ എഴുതാനായി നമ്മൾ ഉപയോഗിച്ചിരുന്ന ഭാഷ തമിഴായിരുന്നു. സംസാരത്തിൽ ഭാഷാ ഭേദങ്ങൾ, പ്രാദേശിക ഭേദങ്ങൾ നിലനിൽക്കുമ്പോഴും എഴുത്ത് ഭാഷയിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, പണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ഉപയോഗിച്ചിരുന്നത് പഴയ തമിഴ് ഭാഷയാണ്. അതുകൊണ്ടാണ് രാമായണം, മഹാഭാരതം പോലുള്ള സംസ്കൃത ഇതിഹാസങ്ങളെക്കാൾ മലയാളത്തിന് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് തമിഴ് സാഹിത്യത്തിലെ ചിലപ്പതികാരം, തിരുക്കുറൾ ഒക്കെ പോലെയുള്ള കൃതികളാണ്. തിരുക്കുറളിനെ കുറിച്ച് പറയിപെറ്റ പന്തീരുകുലത്തിലെ വള്ളുവനാണ് എന്ന് ഒരു വിശ്വാസമുണ്ട്. തിരുവള്ളുവർ. അവിടെ കേരളവുമായിട്ടുള്ള ബന്ധം നമുക്ക് ഊഹിച്ചെടുക്കാം. എന്നാൽ അത് ഒരു ഊഹമാണ്, ഒരു ഐതിഹ്യവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ചിലപ്പതികാരം കേരളത്തിൻ്റെ സ്വന്തമാണ്. ചേര സാമ്രാജ്യത്തിലെ യുവ രാജാവ് ഇളങ്കോ അടികൾ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മതിലകം, തൃക്കണാമതിലകം എന്നാണ് പണ്ട് അതറിയപ്പെട്ടിരുന്നത്, വഞ്ചി അവരുടെ തലസ്ഥാനമായിരുന്ന സമയത്ത്, ഇന്ന് നമുക്കറിയാം തിരുവഞ്ചിക്കുളം എന്നറിയപ്പെടുന്ന സ്ഥലം, ആ ചേര സാമ്രാജ്യത്തിലെ യുവ രാജാവായിരുന്ന ഇളങ്കോ അടികളാണ്. അടികൾ എന്ന വാക്കിന് ജൈനമതവുമായി ബന്ധമുണ്ട്. ബുദ്ധമതവും ജൈനമതവുമൊക്കെ പടർന്നിരുന്ന കാലത്ത് ജൈനമതത്തോട് താല്പര്യം കാണിച്ചിരുന്ന ചേര സാമ്രാജ്യത്തിലെ രാജാക്കന്മാരുടെ ബന്ധത്തിൽ നിന്നാണ് അടികൾ എന്ന വാക്കുണ്ടാവുന്നത്. നമുക്കറിയാം പിൽക്കാലത്ത് ചേരമാൻ പെരുമാൾ മുസ്ലിം മതത്തിൽ ആദ്യമായി ചേർന്ന വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ സാംസ്കാരികമായ ഒരു സമന്വയത്തിൻ്റെ സ്വഭാവം കൂടി ഈ ചേര സാമ്രാജ്യത്തിനുണ്ട് എന്നാണത് സൂചിപ്പിക്കുന്നത്. എന്തായാലും നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ചിലപ്പതികാരത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കട്ടെ. നമ്മുടെ ഇതിഹാസം എന്ന് പറയാവുന്നത്
യഥാർത്ഥത്തിൽ ചിലപ്പതികാരമാണ്. വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ആ കൃതി തമിഴകത്തിൻ്റെ മൊത്തം ഭൂവിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്നതാണ്. ചോള സാമ്രാജ്യത്തിൽ നിന്ന് ആരംഭിച്ച് പാണ്ഡ്യ സാമ്രാജ്യത്തിലൂടെ സഞ്ചരിച്ച് ചേര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ, അന്ന് വഞ്ചി എന്നൊക്കെ പറയുന്നത് കൊടുങ്ങല്ലൂരുമായി വളരെ ബന്ധപ്പെട്ടതാണ്, അവിടെ വെച്ചാണ് ആ കവിത അവസാനിക്കുന്നത്. തീർച്ചയായിട്ടും ചിലപ്പതികാരം നമ്മുടെ പൈതൃക സ്വത്താണ്. നമ്മുടെ ഭാഷയെക്കുറിച്ച്, കവിതയെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നാം ആദ്യം ഹൃദയത്തിലേറ്റേണ്ട ഒരു കൃതിയെക്കുറിച്ചാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. നമുക്കറിയാം, പിന്നീട് അതിന് വളരെയധികം മാറ്റങ്ങളുണ്ടായി. തമിഴ് എഴുതി തുടങ്ങുന്ന കാലഘട്ടത്തിൽ നിന്ന് തമിഴും മലയാളവും മിശ്രിതമായ ചീരാമൻ്റെയും നിരണം കവികളുടെയും ഒടുവിൽ എഴുത്തച്ഛൻ്റെയും കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കവിത മെല്ലെ മെല്ലെ മലയാളത്തിൻ്റെ സ്വന്തമായി തീരുന്നത് നമുക്ക് കാണാം. അങ്ങനെയാണ് എഴുത്തച്ഛൻ ഭാഷയുടെ പിതാവായി തീരുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കവിയായിരുന്ന കടമ്മനിട്ട രാമകൃഷ്ണൻ ദിവസവും രാമായണം ചൊല്ലിയിരുന്നു, വായിച്ചിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ സൂചന കടമ്മനിട്ട രാമകൃഷ്ണൻ എഴുത്തച്ഛൻ്റെ രാമായണത്തിലെ ഭക്തി തേടിയല്ല പോയിരുന്നത്. ഭാഷാ സൗന്ദര്യം, ഭക്തി ഉണ്ടായിരിക്കാം, അതെനിക്കറിയില്ല, പക്ഷേ ഭാഷാ സൗന്ദര്യം കൂടി ശ്രദ്ധിച്ചിട്ടാണ് രാമായണത്തെ അദ്ദേഹം ഹൃദയത്തിലേറ്റിയിരുന്നത്. നമ്മുടെ പാരമ്പര്യത്തെ, നമ്മുടെ പൈതൃകത്തെ അറിഞ്ഞ് അതിനെ പിന്തുടരുമ്പോഴാണ് നമ്മൾ ഒരു വലിയ ശൃംഖലയിലെ ഭാഗമായി തീരുന്നത്. അതുകൊണ്ട് തന്നെ എഴുത്തച്ഛൻ ഭാഷാപിതാവാണ് എന്ന് പറയുമ്പോൾ ഈ സാംസ്കാരിക തുടർച്ചയെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ബോധമുണ്ടായിരിക്കണം എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും അടുത്ത വോയിസ് നോട്ടിലേക്ക് ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. നന്ദി. തമിഴും മലയാളവും തമ്മിലുള്ള ബന്ധവും എഴുത്തച്ഛനിലൂടെ എങ്ങനെയാണ് നമ്മൾ തമിഴിൽ നിന്ന് പരിപൂർണമായി മോചനം നേടി നമ്മുടേതായ കാവ്യ ഭാഷയിലേക്ക് കടന്നത് എന്നും ഞാൻ സൂചിപ്പിച്ചു. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, മലയാള കവിതാ സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് കൈവഴികളുണ്ട് എപ്പോഴും. ഒന്ന് സാധാരണക്കാരുടേതായ ഭാഷ, രണ്ട് കുറച്ചുകൂടി ഉയർന്ന വർഗത്തിൻ്റെ, വരേണ്യവർഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അത്തരത്തിലുള്ള ഒരു ഭാഷ. ഇത് പ്രാചീന കവിത്രയത്തിൻ്റെ കാലത്ത് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എഴുത്തച്ഛനിലും ഉണ്ണായി വാര്യർ ഇവരിലൊക്കെ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുക കുറച്ചുകൂടി മണിപ്രവാളത്തിൽ നിന്ന് പരിപൂർണമായി വിട്ടുപോരാത്ത സംസ്കൃതവും പഴയ തമിഴ്, മലയാളം ഇതൊക്കെ ചേരുന്നതാണ് ശരിക്കും മണിപ്രവാളം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്പ്യാരെ പോലെ സാധാരണക്കാരുടേതായിട്ടുള്ള ഭാഷ, ഏറ്റവും കോമണായിട്ട് ഉപയോഗിക്കുന്ന, പൊതു സമൂഹം ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ വരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഭാഷ, ഇതിൻ്റെ ഒരു തുടർച്ചയാണ് യഥാർത്ഥത്തിൽ മലയാള കവിതാ സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ നമ്മൾ മറന്നുകൂടാത്ത ഒരു കാര്യം കൂടിയുണ്ട്. പൊതുധാരയിൽ കവിത ഇങ്ങനെയൊക്കെ വളർന്ന് വരുമ്പോൾ തന്നെ വളരെ മുമ്പ് തന്നെ കേരളത്തിൻ്റേതായ ഒരു തനിമ നിലനിർത്തുന്ന തെക്കൻ പാട്ടുകൾ, വടക്കൻ പാട്ടുകൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഗാനശാഖ, ഇത് നമ്മുടെ സാഹിത്യത്തിൽ പാട്ടുകളുടെ രൂപത്തിൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് എഴുത്തച്ഛൻ്റെയും
ഒക്കെയുള്ള തുടർച്ചയിലും പാട്ട് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഈ ഗാനശാഖ എന്ന് പറയുന്നത്. നമുക്ക് പിന്നീടത് ഇടശ്ശേരിയെ പോലുള്ള കവികളിൽ, കടമ്മനിട്ടയെ പോലുള്ള കവികളിൽ, ചങ്ങമ്പുഴയെ പോലുള്ള കവികളിൽ അവരൊക്കെ ഈ ശീലുകളെ, ഈ നാടൻ ശീലുകളെ, നാടൻ പാട്ടുകളെ, ഈ കേരളത്തിൻ്റേതായ തനത് പാട്ട് സമ്പ്രദായങ്ങളെ അവർ വളരെയധികം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഒരേ തരത്തിലല്ല മലയാള സാഹിത്യം വളരുന്നത്. എഴുത്തച്ഛൻ്റെ കാലഘട്ടത്തിന് ശേഷം, അല്ലെങ്കിൽ ആ പ്രാചീന കവിത്രയത്തിൻ്റെ എഴുത്തച്ഛൻ, നമ്പ്യാർ, ചെറുശ്ശേരിയൊക്കെ ഉൾപ്പെടുന്ന ഉണ്ണായി വാര്യരൊക്കെ ആ ഗ്രൂപ്പിൽ വരുന്നതാണ് ശരിക്കും. അതിനൊക്കെ ശേഷം നമുക്ക് നമ്മുടെ സാഹിത്യം ഒറ്റയൊറ്റ ശ്ലോകങ്ങളിലൂടെ, പച്ച മലയാള പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ വളരുമ്പോഴും ഒരു സുവർണ യുഗം നമുക്ക് കിട്ടുന്നു. ആ സുവർണ യുഗം യഥാർത്ഥത്തിൽ ലോകത്തിലെല്ലായിടത്തും തന്നെ നടക്കുന്ന ഒരു നവോത്ഥാനത്തിൻ്റെ കാലഘട്ടം കൂടിയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കാലഘട്ടം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ എല്ലാ സ്ഥലത്തും ഒരേപോലെ ആയിരിക്കണം എന്നില്ല, ഒരേ സമയത്തായിരിക്കണം എന്നില്ല. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ കൂടെ മലയാളവും കടന്നു പോകുന്നുണ്ട്. ആ കാലഘട്ടത്തിലാണ് കുമാരനാശാനും ഉള്ളൂരും വള്ളത്തോളും മലയാളത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. പരിപൂർണമായും അവരുടെ നിയന്ത്രണത്തിലേക്ക് നമ്മുടെ സാഹിത്യം ഒതുങ്ങുന്നു. അവരിൽ തന്നെ ഈ സൂചിപ്പിച്ചതുപോലെ വരേണ്യ ഭാഷയുടെയും അല്ലാത്തതുമായ ഭാഷയുടെ സ്വഭാവങ്ങൾ നമുക്ക് കാണാമെങ്കിലും 1907 വീണപൂവ് എന്ന ഒരു കവിത പുറത്ത് വരുന്നതോടെ മലയാള കവിതയുടെ സ്വഭാവത്തിൽ തന്നെ വളരെയധികം മാറ്റങ്ങളുണ്ടാകുന്നു. അതുവരെ മനുഷ്യനുമായി ബന്ധപ്പെട്ട, ഞാൻ ഉദ്ദേശിക്കുന്നത് നേരിട്ട് മനുഷ്യ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ കവിതയിൽ വന്നു തുടങ്ങിയത് വീണപൂവിലൂടെയാണ്. പക്ഷേ ഇതിനിടയ്ക്ക് നാം മറന്നുകൂടാത്ത ഒരു വലിയ കവി നമുക്കുണ്ട്. ആശാനും ഉള്ളൂരിനും വള്ളത്തോളിനും ഒക്കെ മുമ്പ് പൂന്താനം എന്ന് പറയുന്നൊരു കവി സ്വന്തം ജീവിതം ഏൽപ്പിച്ച ആഘാതം കവിതയാക്കി മാറ്റിയ ജ്ഞാനപ്പാന. വളരെ കാത്തിരുന്നൊരു കുഞ്ഞിനെ ലഭിക്കുന്നു. ആ കുഞ്ഞ് 6-ാം മാസത്തിൽ മരിച്ചു പോകുമ്പോൾ വൈയക്തികമായ ദുഃഖം കവിതയായി മാറുന്ന ഒരു വല്ലാത്തൊരനുഭവം പൂന്താനം നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. എന്തായാലും കവിതയുടെ വളർച്ച മുന്നോട്ട് തന്നെ പോവുകയാണ്. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നിവരിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം നേടാൻ കഴിഞ്ഞത് വള്ളത്തോളിനാണ്. വള്ളത്തോൾ സ്കൂൾ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തന്നെ, വള്ളത്തോളിന് ശേഷം കുറ്റിപ്പുറത്ത് കേശവൻ നായരെ പോലുള്ള ആളുകളൊക്കെ ചേരുന്ന ഒരു വലിയ നിര, പ്രത്യേകിച്ച് മലബാറിൽ നിന്ന് മലയാള സാഹിത്യത്തിൽ പടർന്ന് പന്തലിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൻ്റെ തുടർച്ചയായി തന്നെയാണ് വൈലോപ്പിള്ളിയെ പോലുള്ള, കുഞ്ഞിരാമൻ നായരെ പോലുള്ള, ജി ശങ്കരക്കുറുപ്പിനെ പോലുള്ള കവികളൊക്കെ നമ്മുടെ സാഹിത്യത്തിൽ വലിയ സ്ഥാനം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ലോകങ്ങളിലൂടെ സഞ്ചരിച്ച് മലയാള കവിതയെ സമ്പന്നമാക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിന് ഇടയ്ക്കാണ് ചങ്ങമ്പുഴ മലയാള സാഹിത്യത്തിൽ പണ്ട് കുഞ്ചൻ നമ്പ്യാർ എങ്ങനെയാണോ ഏറ്റവും സാധാരണക്കാരായ ആളുകളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നത്, ക്ഷേത്രകലയിൽ നിന്ന് തുള്ളൽ എന്ന ജനകീയ കലയിലേക്ക് എത്തിയത്, അതുപോലെ ചങ്ങമ്പുഴ ഉയർന്നവരിൽ നിന്ന് സാധാരണക്കാരുടെ ഇടയിലേക്ക്, പ്രത്യേകിച്ച് രമണൻ എന്ന് പറയുന്ന ഒരു ജനകീയ പ്രണയ കാവ്യത്തിലൂടെ, അതുവരെ പ്രണയമൊക്കെ ഉയർന്ന സമൂഹത്തിൻ്റെ മാത്രം സ്വത്തായിരുന്നു. പക്ഷേ രമണനിലൂടെ ആ ഒരു സങ്കല്പത്തെ പൊളിച്ചടക്കിക്കൊണ്ട് ചങ്ങമ്പുഴ മലയാള കവിതയിൽ, അദ്ദേഹം തന്നെ മലയാള കവിതയുടെ വരവ്
വർണ്ണിച്ചിട്ടുണ്ട് കാവ്യനർത്തകി എന്ന കവിതയിൽ. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ കൂടി നമ്മുടെ ആധുനിക കാലഘട്ടത്തിലേക്കുള്ള വരവാണ്. അതും അടുത്ത വോയിസ് ക്ലിപ്പിൽ ഞാൻ പറയും. കനക ചിലങ്ക കിലുങ്ങി കിലുങ്ങി, കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി, കടമിഴി കോണുകളിൽ സ്വപ്നം മയങ്ങി, കതിരുതിർ പൂപ്പുഞ്ചുരി ചെഞ്ചുണ്ടിൽ നിറച്ച് ഒഴുകി നമ്മുടെ മുന്നിലേക്ക് വന്ന നമ്മുടെ തന്നെ കവിത ദേവതയുടെ ഒരു ചെറിയ വിവരണത്തിലൂടെയാണ് ഇതുവരെ നമ്മൾ കടന്നുപോയത്. ഇനി ഇന്ന് എത്തി നിൽക്കുന്ന ആധുനിക കവിതയുടെ, ആധുനികോത്തര കവിതയുടെ ഏറ്റവും ജനകീയമായി തീർന്ന, ജനാധിപത്യപൂർണമായി തീർന്ന, എല്ലാവരും കവിത എഴുതുന്ന ഒരു കാലഘട്ടത്തിലേക്കുള്ള വളർച്ച യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് NV കൃഷ്ണവാര്യർ, അയ്യപ്പ പണിക്കർ, M ഗോവിന്ദൻ തുടങ്ങിയ കവികളിലൂടെയാണ്. അവരാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ നമ്മുടെ കവിതയിലേക്കുള്ള യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. NV കൃഷ്ണവാര്യർ, അയ്യപ്പ പണിക്കർ ഇവരൊക്കെ യഥാർത്ഥത്തിൽ വളരെ വലിയ പണ്ഡിതന്മാർ കൂടിയാണ്. എന്നാൽ അവർ കവിതയുടെ പൊളിച്ചെഴുത്തിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ആ പൊളിച്ചെഴുത്തിലൂടെ സഞ്ചരിച്ച മലയാള കവിത പിന്നീട് സച്ചിദാനന്ദൻ, KGS, കുറച്ചുകൂടി കഴിയുമ്പോൾ ചുള്ളിക്കാട്, അവരിലൂടെ സഞ്ചരിച്ച് വളരെയധികം മുന്നോട്ടു പോയി പവിത്രനെ പോലുള്ള, വീരാൻകുട്ടിയെ പോലുള്ള, PP രാമചന്ദ്രനെ പോലുള്ള, അങ്ങനെ ഒരു വലിയ നിര നമ്മുടെ കവിത ആധുനിക ജീവിതത്തിൻ്റെ പ്രതിഫലനങ്ങളായി നമ്മുടെ സാഹിത്യത്തിൽ, കവിതാ സാഹിത്യത്തിൽ നിറയുന്നു. ഇതിനിടയിൽ നമുക്ക് മറന്നു പോകാൻ പാടില്ലാത്ത ഒരു വിഭാഗം കൂടിയുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം. കവിത ഇങ്ങനെയൊക്കെ വളരുമ്പോഴും കവിതയുടെ ബേസിക് സ്വഭാവങ്ങളെ നിലനിർത്തിക്കൊണ്ട് കവിതകൾ എഴുതിയിരുന്ന സുഗതകുമാരി, വിഷ്ണുനാരായണൻ നമ്പൂതിരി, ഇവരെയൊന്നും അവർ മാത്രമല്ല, കുറേ കവികളുണ്ട്. ഞാൻ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്ന കുറച്ച് പേരുകൾ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ, 1-2 പേരുകൾ. ആ പേരുകൾ ഒരു കാലഘട്ടത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ കൂടിയാണ്. അവരിലൂടെയൊക്കെയാണ് നമ്മുടെ കവിത വളർന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് കവിത ഏറ്റവും അധികം അതിൻ്റെ പൊതു സ്വഭാവങ്ങളിൽ നിന്നൊക്കെ വിട്ട് വളരെയധികം ഗദ്യ ഭാഷയോട് അടുത്ത് ആശയങ്ങൾക്ക് പ്രാധാന്യം വരുന്ന ഒരവസ്ഥയിലേക്ക്, കവിതയുടെ കവിത്വത്തിൻ്റെ അല്ലെങ്കിൽ ആ മൗലികതയുടെ സ്വഭാവങ്ങളിൽ നിന്നൊക്കെ വിട്ട് ഇന്ന് കവിത, MN വിജയൻ സൂചിപ്പിക്കുന്നുണ്ട്, കവിതയിലെ ജനാധിപത്യം എന്ന്. പണ്ടൊക്കെ മാസികകളിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സദസ്സുകളിലുമൊക്കെ ചൊല്ലിയിരുന്ന കവിത ഇന്ന് ഫേസ്ബുക്കിലും വാട്സാപ്പിലുമൊക്കെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. മലയാളം തളരുകയല്ല, വളരുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ വളർച്ചയ്ക്കിടയ്ക്ക് നമ്മുടെ കവിതയുടെ സത്ത, സ്വത്വം ഒക്കെ എന്താണ് എന്നുകൂടി അന്വേഷിക്കേണ്ടത് കവിതയെ സ്നേഹിക്കുന്ന, കവിത എഴുതാൻ ആഗ്രഹിക്കുന്ന, കവിതയുമായി ഇടപഴകുന്ന
ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതൊരിക്കലും മറന്നുകൂടാത്ത കാര്യമാണ്. നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും കവിത എഴുതാം. ഗദ്യത്തിലോ പദ്യത്തിലോ പല പരീക്ഷണങ്ങളും നമുക്ക് നടത്താം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ കവിതയായിരിക്കാൻ ആത്യന്തികമായി അത് കവിതയായിരിക്കണം എന്ന ഒരു വാശി, ഒരു നിർബന്ധം നമുക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കവിത, മലയാളത്തിൻ്റെ കവിത പതുക്കെ പതുക്കെ അന്യം നിന്നു പോകും. ഇന്ന് തന്നെ നമുക്കറിയാം, കവിത എഴുതുന്ന ആളുകൾ ഒരു പബ്ലിഷറെ സഹായിച്ചാൽ കവിതയാണെങ്കിൽ വേണ്ട എന്ന അവസ്ഥയിൽ നമ്മുടെ പ്രസാധക രംഗം എത്തിക്കഴിഞ്ഞു. അവിടെ നിന്ന് നമ്മുടെ കവിതയെ തിരിച്ചു പിടിക്കേണ്ടത് അത്യാവശ്യമാണ്. മലയാളത്തിൻ്റെ ഈണ, താള, മേള എല്ലാ സ്വഭാവങ്ങളും നാം തിരിച്ചു കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ കവിത ഏറ്റവും വലിയ ജനകീയമായ ഒരു ശാഖയായി, ജനങ്ങളുടെ പൾസ് ഏറ്റവും നന്നായി പ്രതിഫലിപ്പിക്കുന്ന ഒരു ഭാഗമായി തീരുകയുള്ളൂ. അതിനായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ശ്രമം. ഗദ്യത്തിലെഴുതാം, പദ്യത്തിലെഴുതാം. ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അനർഘ നിമിഷം എന്ന പുസ്തകം ഒരിക്കലെങ്കിലും നിങ്ങൾ വായിച്ചിരിക്കണം. എങ്ങനെ ഗദ്യത്തെ കവിതയിലൂടെ ധ്വന്യാത്മകമാക്കാം എന്ന് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ, മലയാളത്തിൻ്റെ ഗുരു എം മുകുന്ദൻ ആധുനികതയെക്കുറിച്ചുള്ള പുസ്തകത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിനെ ഗുരുവായി അവതരിപ്പിക്കുന്നുണ്ട്. ആ ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ അനേകം ഗുരുക്കന്മാർ നമ്മുടെ കവിതയിൽ നമുക്ക് വെളിച്ചങ്ങളായിട്ടുണ്ട്. ആ വെളിച്ചങ്ങളെയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കവിതയെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് നമ്മുടെ തനിമകൾ നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്ക് നമ്മുടെ ഭാഷ പ്രിയപ്പെട്ടതാണ്, നമ്മുടെ സാഹിത്യം പ്രിയപ്പെട്ടതാണ്, നമ്മുടെ കവിത അതിലേറെ പ്രിയപ്പെട്ടതാണ്. അതിനെ നമുക്ക് നിലനിർത്തുക തന്നെ വേണം. ഈയൊരു സംരംഭം MTM കലാ സാംസ്കാരിക വേദിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഇതിൻ്റെ സംഘാടകരെ ഞാൻ ഹൃദയം കൊണ്ട് അഭിനന്ദിക്കുന്നു. ഇത് മലയാള കവിതയിൽ പുതിയ വസന്തങ്ങൾ നിർമ്മിക്കട്ടെ. കവിതയോടുള്ള സ്നേഹം വളർത്താൻ ഈ ഒരു സംരംഭം വളരെയധികം സഹായിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകൾ. കവിതാമയമായ കേരളം ഈ കൊറോണയെ മറികടന്നും പൂത്തുലയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. സുഹൃത്തുക്കളെ, കവിതയെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യർ രണ്ട് വിഭാഗങ്ങളാണ്. ഒന്ന് കവിത ആസ്വദിക്കാൻ കഴിയുന്നവരും, രണ്ട് കവിത ആസ്വദിക്കാൻ കഴിയാത്തവരും. കാൽപ്പനിക കവിതയായാലും കുറെ കൂടി ആഴത്തുള്ള കവിതകളായാലും ഒരു നാടിൻ്റെ ചരിത്രവും സംസ്കൃതിയും മനുഷ്യരും പ്രകൃതിയും സ്മൃതികളും മനുഷ്യബന്ധങ്ങളും എല്ലാം കവിതയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അറിവുകളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കവിത വേണ്ട രീതിയിൽ ആസ്വദിക്കാൻ കഴിയൂ. ചിലപ്പോൾ നിരൂപകരുടെ സഹായവും ആസ്വാദനം പൂർണ്ണമാവണമെങ്കിൽ വേണ്ടിവരും. MTM കലാ സാംസ്കാരിക ഗ്രാമം ഇതുപോലുള്ള അനേകം പരിപാടികൾ കഴിഞ്ഞ മാസങ്ങളിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ കോവിഡ് ബാധ മൂലം ഈ പരിപാടികൾ ഏകദേശം 2-3 മാസമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഫിലിം ഫെസ്റ്റിവലിലൂടെ അതെല്ലാം അവസാനിച്ചു. ഇന്ന് ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഫൈസൽ ബാവയാണ്. ഒരുപക്ഷെ ഒറ്റയ്ക്ക് തന്നെയാണ് അദ്ദേഹം ഇതിന് ശ്രമിച്ചിട്ടുള്ളത്. ആളുകളുടെ സർഗാത്മകതയെ പരിപോഷിപ്പിക്കാനും കവിതകൾ ആസ്വദിക്കുന്നതിനും അതിനൊരു പുതിയ മാനം പകരാനുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരം പരിപാടികൾ കവിതയെ നിലനിർത്താനും പ്രോത്സാഹിപ്പിക്കാനും ആവശ്യമാണ്. കാരണം ഇന്ന് പഴയ പോലെ
കവിതകൾ ആസ്വദിക്കപ്പെടുന്നില്ല, അതല്ലെങ്കിൽ ഒരു ജനപ്രിയമാവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സച്ചിദാനന്ദനും സുഗതകുമാരിയും മറ്റും കവികളായി അറിയപ്പെടുന്നുണ്ടെങ്കിലും അവർ ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിലാണ് കൂടുതൽ ആളുകൾക്ക് പരിചയം. പക്ഷേ ചെറുശ്ശേരിയോ അതുപോലുള്ള വള്ളത്തോളോ കുമാരനാശാനെ പോലെയുള്ള വ്യാപകമായ ഒരു ജനപിന്തുണ അല്ലെങ്കിൽ അവരുടെ വരികൾ പാടി നടക്കുന്നത് ഇന്നില്ല. കുറച്ച് പേരിലെല്ലാം ഉണ്ട്, പ്രത്യേകിച്ച് കാസറ്റ് കവിതകൾ മാത്രം. അതുകൊണ്ട് ഇത്തരം സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലുള്ള കവികളെ കണ്ടെത്താനും അതോടൊപ്പം മറ്റുള്ളവരുടെ കവിത ആസ്വദിക്കാനും സഹായകമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.